ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിന് പൂരി പൊരിക്കാൻ എണ്ണ ആവശ്യമില്ല എന്നുള്ള ടൈറ്റിലോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് 2 മില്യൺ വ്യൂസാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഗോതമ്പ് പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനും ഗോതമ്പ് പൊടി മാത്രമാണ് എടുത്തത്. അത് നന്നായിട്ട് ഇന്ന് കുഴച്ച് വെക്കാം. ഞാൻ സാധാരണ പൂരി ഉണ്ടാക്കാൻ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇവരുണ്ടാക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. എല്ലാ ബോൾസും ഇതുപോലെ നമുക്ക് പരത്തി വെക്കാം. ഇപ്പോൾ പൂരിയെല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൂരി ഇതിലിട്ട് പൊരിച്ചെടുത്ത് നോക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുന്നൊക്കെ ഉണ്ട്. ചെറിയ കുമിളകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് വരുന്നില്ല. കുറച്ചുകൂടെ ടൈം ഞാൻ ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചു. തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കി. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഓയിലിൽ നമുക്ക് പൂരി പൊരിച്ചെടുക്കാം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പപ്പടമൊക്കെ പൊങ്ങി വരുന്ന പോലെ തന്നെ നമ്മുടെ പൂരി പൊങ്ങി വരും. ഈ ഒരു പെർഫെക്റ്റ് നമുക്ക് വെള്ളത്തിൽ പൊരിച്ചെടുത്താൽ ഉണ്ടാവില്ല. നമ്മളതൊരു പുഴുങ്ങിയെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു വേവാത്ത പോലെയൊക്കെ ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. നമ്മൾ യൂട്യൂബിൽ എന്ത് കാണിക്കുകയാണെങ്കിലും നമ്മളതൊരു സത്യസന്ധമായിട്ട് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ഒരുപാട് വ്യൂസ് നമുക്ക് വേണമെന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരത് പകർത്തും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്കിത് രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം. ഇതാണ് നമ്മൾ എണ്ണയിൽ പൊരിച്ച് വെച്ച പൂരി. ഇത് കണ്ടിട്ട് കഞ്ഞിവെള്ളം പോലെ ഉണ്ടല്ലേ. നമ്മൾ ആ പൂരി പുഴുങ്ങിയെടുത്ത വെള്ളമാണ് ഇത്. നമ്മുടെ ഓയിൽ, ബാലൻസുള്ള ഓയിൽ. ഈ പൂരി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ, ഇത് പുഴുങ്ങിയെടുത്ത പോലെ തന്നെ ഉണ്ട്. പുഴുങ്ങിയെടുത്ത് അതിനെക്കാട്ടൊരു ഇതുണ്ടാവും അല്ലേ. അത് തീരെ ഒന്നും വെന്തിട്ടുമില്ല, എന്തോ ഒരു പോലെ ഉണ്ട്. ഓക്കെ, ബായ്.